സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം നിറവിലാണ് നമ്മൾ രാജ്യത്ത് നിൽക്കുന്നത്. അപ്പോൾ വന്ദേ മാതരം മുഴുവനായിട്ടും ആലപിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കൂടുതൽ കരുത്തു പകർന്ന ഗീതമാണ്, ദേശീയ ഗീതമാണ് വന്ദേ മാതരം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും വളരെ ആദരവോടുകൂടി ആലപിച്ചതാണ് വന്ദേ മാതരം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് ആളുകൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കൂടുതൽ പ്രേരണയായിട്ടുള്ളത് വന്ദേ മാതരമാണ്. അത്തരമൊരു ദേശീയ ഗീതം ഇന്ന് ആലപിക്കില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ UDF ഭരണകൂടം പറയുന്നു. ഇന്ത്യ രാജ്യത്തെ രണ്ടായി വിഭജിച്ച ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങൾക്ക് എല്ലാവിധ കൊടപിടിച്ച ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം, നെഹ്റു തുടങ്ങിയ നേതാക്കന്മാർ. അവരുടെ ആ സമീപനമാണ് ഇന്ത്യയെ വിഭജിക്കാൻ കാരണമായിട്ടുള്ളത്. ആ കോൺഗ്രസ് ഇന്ന് 80 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ, സ്വതന്ത്ര ഭാരതം 80 വർഷം പൂർത്തിയാവാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ 80ാമത്തെ വർഷത്തിലേക്ക് കാലുകുത്തുകയാണ്. സ്വതന്ത്ര ഭാരതത്തെ വിഭജിക്കാനുള്ള വിത്ത് പാകിയിരിക്കുന്നു. സ്വതന്ത്ര ഭാരതത്തെ വിഭജിക്കാനുള്ള വിത്ത് പാകിയിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് അടിയറവ് പറഞ്ഞിരിക്കുന്നു. ഈ നാടിനെ തകർക്കാൻ വേണ്ടി, ഈ നാടിനെ തളർത്താൻ വേണ്ടി, ഈ നാടിനെ പിളർക്കാൻ വേണ്ടി സ്വതന്ത്ര ഭാരതത്തിൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഈ സമീപനത്തെ നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ സർക്കാരിൻ്റെ തലങ്ങളിൽ നടന്ന എല്ലാ സ്വാതന്ത്ര്യ ദിനാഘോഷമേലും എവിടെയും വന്ദേ മാതരം ആലപിച്ചില്ല. ഇല്ലെന്ന് മാത്രമല്ല, നാം ഇന്ന് കാണാൻ കഴിഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളിലോ കോൺഗ്രസ് നടത്തിയ പരിപാടികളിലോ വന്ദേ മാതരം ആലപിച്ചില്ല. എന്നാൽ ഞാൻ ഇവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് നടത്തിയ പരിപാടിയിൽ വന്ദേ മാതരം ആലപിച്ചു. 4 വരിയല്ല, പൂർണ്ണമായും ആലപിച്ചു. അതിനെ തടസ്സപ്പെടുത്താൻ പോയി കോൺഗ്രസിൻ്റെ ചില ആളുകൾ എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ നാടിനെ വീണ്ടും മൗദൂദിമാർക്ക് അടിയറവ് വെക്കാൻ, ഈ നാടിനെ തളർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി അടിയറ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് അപകടകരമാണ്. ഒന്ന്. മറ്റൊരു വിഭാഗത്തെ നാം കാണണം. ഈ വന്ദേ മാതരം ആലപിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ ജന്മഗുണം അതുതന്നെയാണ്. അവരുടെ ജന്മഗുണം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മഗുണം നാടിന് എതിരായ രീതി തന്നെയാണ്, സമീപനം തന്നെയായിരുന്നു. പണ്ട് ഇന്ത്യയെ 2ആയി വിഭജിക്കണം എന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരിശ്രമിച്ചെങ്കിൽ അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇന്ത്യയെ 2അല്ല, ഇന്ത്യയെ 17ആയി വിഭജിക്കണമെന്നുള്ളതായിരുന്നു. ഭാഷകൾക്കനുസരിച്ച് ഇന്ത്യയെ വിഭജിക്കണം, 17 രാജ്യങ്ങളാക്കി മാറ്റണം ഇന്ത്യയെ എന്നുള്ളതായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലപാടിനെതിരായ, നമ്മുടെ സംസ്കാരത്തിനെതിരായ, ഈ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ വേണ്ടിയുള്ള സമീപനം ഇന്നും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നു. പക്ഷേ വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നിലപാടുകളെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. കണ്ടിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഇരിക്കും എന്നുള്ള തോന്നൽ ഈ ആളുകൾക്ക് വേണ്ട. വന്ദേ മാതരത്തെ ധിക്കരിക്കാൻ, വന്ദേ മാതരത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഏത് രാഷ്ട്രീയ കക്ഷികളായാലും അവർക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കും ഈ രാജ്യത്തെ ദേശസ്നേഹികൾ. അതിന് BJP നേതൃത്വം കൊടുക്കും. കഴിഞ്ഞ 10ാം തീയതി മുതൽ, 80ാം സ്വാതന്ത്ര്യ ദിന ആഘോഷ ഈ വേളയിൽ കഴിഞ്ഞ 10ാം തീയതി മുതൽ രാജ്യത്തെല്ലായിടത്തും നടന്ന BJPയുടെയും അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വം നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ എല്ലായിടത്തും നാം വന്ദേ മാതരം ആലപിച്ചു. ഇന്ന് രാജ്യത്തെ 10,000-കണക്കിന് ആളുകളുടെ വീടുകളിൽ, കേരളത്തിലെ 10,000-കണക്കിന് വീടുകളിൽ ഇന്ന് ദേശീയ പതാക ഉയർത്തുന്നതിന് മുമ്പായി വന്ദേ മാതരം ആലപിച്ചു. ഇപ്പോൾ മഹിളാ മോർച്ച നടത്തിയ പരിപാടിയും വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇന്ന് കാലത്ത് ഗാന്ധി സർക്കിളിൽ, കാൽടെക്സിലുള്ള ഗാന്ധി സർക്കിളിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നാം ഇന്ന് വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് അവിടെ ദേശീയ പതാക ഉയർത്തത്. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുമെന്ന പ്രതിജ്ഞ എടുത്തത്. തീർച്ചയായും രാജ്യസ്നേഹികൾക്ക് ഒരു വലിയ ഗുണപാഠമാണ് കോൺഗ്രസിൻ്റെ ഈ നിലപാട്, കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. ഈ നിലപാടുകൾക്കെതിരായ ഒരു വലിയ വികാരം ഇന്ത്യ രാജ്യത്ത് അലഞ്ഞ് ഉയരുകയാണ്. ഇതിനെതിരായ ഒരു ശക്തമായ പ്രതിഷേധത്തിൽ BJP എന്നും ഈ ആളുകളുടെ മുമ്പാകെ നിൽക്കും, സംശയം വേണ്ട. അതുകൊണ്ട് ഈ നാടിനെ വലിയൊരു മാറ്റമുണ്ടാക്കാൻ പ്രചോദിതമായിട്ടുള്ള വന്ദേ മാതരം അതിൻ്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും അവർക്കെതിരെ ശക്തമായ നിലപാടുമായി BJPയും BJPയുടെ പ്രവർത്തകന്മാരും മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.